ശരി ശരി. അടുത്ത സീസണിൽ സീതയായിട്ട് ബുക്ക് ചെയ്യാം. കൊണ്ടു കൊണ്ടു റാണിയുടെ ഹൃദയത്തിൽ തന്നുകൊണ്ടു. ആ നാണം, ആ പോക്ക്, തുടക്കം ഓക്കെ. ഇനി അടുത്ത രംഗം വളരെ സൂക്ഷിക്കണം. കെട്ടിപ്പിടിക്കോ? ആര് ആര്? കുമാരി എന്നെ. ചിലപ്പോ അത് സംഭവിക്കാം. നടക്കില്ല നടക്കില്ല. ഇപ്പഴിക്ക് ഞാനിതൊക്കെ നാടകത്തിൽ പോലും ഭാരതി അല്ലാതെ മറ്റൊരു സ്ത്രീ എന്റെ ദേഹത്ത് തൊട്ടില്ല. അറിയോ? വളരെ നല്ല രസമായിട്ടുണ്ട്. മോളെ കാഞ്ചനേ, അമ്മാവന്മാർക്ക് അകത്ത് വരാവോ? വന്നോളൂ. ഓ വാ. ആരാ വിലിമാമേ അത്? മോക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാ. ആര്? മോളൊന്ന് ഓർത്ത് നോക്കിയേ. അത് വരട്ടെ വരട്ടെ. കുമാരൻ. മിടുക്കി മിടുമിടുക്കി. സത്യമാണോ മാമേ? എന്താ സംശയം? നമ്മുടെ ഒറിജിനൽ സൂര്യനാരായണനാ. പാതാളം വരെ അലഞ്ഞു തിരിഞ്ഞ് കണ്ടുപിടിച്ച് കൊണ്ടുവന്നല്ലേ നമ്മുടെ ചക്രക്കുട്ടിക്ക് വേണ്ടി. തങ്കശ്ശേരി കൊട്ടാരത്തിലെ രാജകീയ പ്രൗഢിയിൽ തന്നെ വളരുകയായിരുന്നു. മോള് വേഗം വേഷം മാറുക. കുമാരനെ സ്വീകരിക്കാൻ അവിടെ ഒരുക്കങ്ങൾ തുടങ്ങി. സ്വീകരിക്കാൻ സേവകർ വരുന്നതാ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അണ്ടിയും കിണ്ടിയും ഒന്നും അല്ല, സൂര്യനാരായണൻ വന്നു. ഇവൻ സൂര്യനാരായണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ വിശ്വസിക്കണ്ട, ഞങ്ങൾക്ക് വിശ്വാസം. ഈ ഭൂതം തെലുങ്ക. ആ ഏരിയ ഒന്ന് സൂക്ഷിച്ചോണം. എന്താ പെയിന്റ് അല്ല, പാല്. പശുവിന് കറന്നെടുക്കുന്ന സാധനം. നീ ഇത് കണ്ടിട്ടുണ്ടാവില്ല. ഇവിടെ ഇത് കാല് കഴുകാതെ ഉപയോഗിക്കും. അയ്യോ മഴ. മഴയല്ലടാ, പനിനീര് കളിച്ചാ. ഹായ്, നല്ല രസം. എന്തായിരിക്കും ഇതിന്റെ ഒരു അവസാനം? റാണി വരുന്നുണ്ട്. അയ്യോ, എന്നെ തൊട്ടു. പിടിച്ചിരുന്നപ്പേക്ക് എന്റെ ഭാരതി തൊഴിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷായി, സന്തോഷായി. ഞാൻ കാത്തിരുന്നത് വെറുതെ ആയില്ലല്ലോ. എന്നെ കാഞ്ചന ലക്ഷ്മിയെന്ന് ഒന്ന് വിളിക്കോ? ഞാൻ ഈ ശബ്ദം ഒന്ന് കേൾക്കട്ടെ. ഈ പ്രപഞ്ചം മുഴുവൻ കേൾക്കാൻ വേണ്ടിയാ കുമാരൻ അങ്ങനെ വിളിച്ചതല്ലേ? പറയാനും കേൾക്കാനും നമുക്ക് ഒത്തിരി ഉണ്ടാവും. കുമാരൻ ദൂരെ യാത്ര കഴിഞ്ഞു വന്നതല്ലേ, എല്ലാത്തിനും സമയമുണ്ടല്ലോ. ത്രിപുരസുന്ദരി, കുമാരി അന്തഃപുരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകൂ. രാജകുമാരൻ പള്ളി തീരാട്ടും പള്ളി ഉറക്കവും പള്ളിക്കഞ്ഞും കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് വരും. എങ്ങനെയുണ്ട് സംഗതി? ഒത്തോ? ഒരുപാട് ഓവറാക്കണ്ട. രാജാകാരു ചിക്കൊച്ചിന്തി പെദ്ద ചിക്കൊച്ചി പടന്നി. രാജകുമാരനാന്നും പറഞ്ഞ് വലിയ മാമയും ചെറിയ മാമയും കൂടി ഒരാളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു. കാഴ്ചയിൽ രാജകുമാരന്റെ സർവ ലക്ഷണങ്ങളും ഉണ്ട്. വേണ്ടത് ചെയ്യണം. ഫോൺ പെട്ടേനാണ്ടി. ഇനിയും വെയിറ്റ് ചെയ്യേണ്ടി വരുമോ? രാജകുമാരി വളരെ സന്തോഷത്തില. സ്വത്ത് വകകൾ ഞങ്ങൾക്ക് തരുമെന്ന് ഉറപ്പായി. പെട്ടെന്നായിരിക്കും വലിയ മാമേ ചെറിയ മാമേ രജിസ്ട്രാറെ വിളിച്ചോളൂ എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഇവിടെ കോഴി രാധാഷ, താമസിക്കാൻ അദ്ദേഹത്തിനും ചികിടിക്കും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കണം. ഒന്നിനും ഒരു കുറവുണ്ടാവരുത്. അതെ തമ്പുരാക്കന്മാരെ, എന്താ പ്ലാൻ?
എന്റെ ഏർപ്പാട് തീർക്കണില്ലേ? എനിക്ക് പോണം. വെയിറ്റ് എല്ലാം പരിഹരിക്കാം. പിന്നൊരു കാര്യം, എനിക്ക് 100 നോട്ട് വേണ്ട കേട്ടോ. 3 ലക്ഷം ആവുമ്പോൾ ഒരു വലിയ കെട്ടുണ്ടാവും. ചെറിയ ബാഗല്ലേ കൊണ്ടുവന്നിട്ടുള്ളൂ. പറ്റുമെങ്കിൽ 1000 മതി. വൈകുന്നേരത്തിന് മുമ്പ് അങ്ങ് എത്തണം. ഇന്ന് കളിയുള്ളത് അത് ഡബിള്. എന്താ വേണ്ടി? കുമാരനെ രാജകുമാരി വിളിക്കുന്നു അന്തപുരത്തിലേക്ക് വരാൻ. അയ്യേ, അന്തപുരത്തിലേക്കോ? എന്തിന്? ഞാനില്ല. മുഖം ജസ്റ്റ് ചോലു. അന്തപുരത്തിൽ തോഴികൾ ഉള്ളതുകൊണ്ടാ കുമാരൻ വരുന്നില്ല എന്ന് പറഞ്ഞത്. ഭയങ്കര നാണക്കാരനാ. ത്രിപുര സുന്ദരി പൊയ്ക്കോ. വരും. എന്തിനാ ആലോചിക്കണേ? കുമാരന്റെ കുമാരിയല്ലേ? കനകാമ്പര 1000 നന്ദിയുണ്ട്. റാണി ദാനം ചെയ്ത പണം കൊണ്ടാ എന്റെ ചെറുമോളുടെ വേലി നടത്തിയേ. അനുഗ്രഹം വാങ്ങിച്ചോളൂ കുട്ടികളെ. ഏയ്, അതൊന്നും വേണ്ട. ഇവിടുത്തെ മുതലൊക്കെ നിങ്ങളെപ്പോലുള്ള ഒരു കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അതിന്റെ പങ്കാ തന്നത്. ഞാനൊരു നിമിത്തമായെന്നേ ഉള്ളൂ. ഓടി പുണ്യം കിട്ടും. മോൾക്ക് നന്മ മാത്രമേ വരൂ. ആ, ദേ വന്നല്ലോ നന്മ. കേശ് ഇങ്ങനെ വാരി എറിയല്ലേ? പകിടയൊക്കെ നിർത്തി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. കുഞ്ഞുനാളില് നമ്മള് രാവും പകലും പകിടകളി തന്നെയായിരുന്നു. അമ്മ കരുക്കളെടുത്ത് ഒളിച്ചു വെക്കും. ഓർക്കുന്നുണ്ടോ അതൊക്കെ? ഓ, പിന്നെ എന്ത് രസമായിരുന്നു. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. വാ സൂര്യ, നമുക്കൊരു റൗണ്ട് കളിക്കാം. അയ്യോ, എന്റെ കുമാരി എന്ത് മണ്ടത്തരമായി പറയുന്നേ. ഇന്നത്തെ ദിവസത്തിന്റെ കുഴപ്പം അറിയൂ. രാഹു ചന്ദ്രനെ വിഴുങ്ങുന്ന ദിവസമാ. യുവമിഥുനങ്ങൾ പകിട കളിച്ചാൽ ഈശ്വര, വല്യമ്മ ഓർമ്മിപ്പിച്ചത് നന്നായി. എന്നാ നമുക്ക് നാളെ ആക്കാം. നാളെ ഈ കുമാരൻ തട്ടയിലായിരിക്കും മോളെ. ഞാൻ പോണ കാര്യം എന്താ മാമേ? അത് മോളെ കുമാരനൊന്ന് പോണം. പോകാനോ? അതെ, ഉത്സവ സീസണല്ലേ. ഭയങ്കര തിരക്കാ കുമാരന്. ശാകുന്തളമാണ് ഒരുപാട് ക്ഷേത്രങ്ങളില് ഉത്സവങ്ങൾക്ക് പോയേക്കാമെന്ന് വഴിപാടുണ്ടായിരുന്നു കുമാരന്. വേണ്ട, കുമാരൻ എങ്ങും പോകണ്ട. എനിക്ക് പോണം. ഞാനേ ഒരു ദിവസത്തേക്കാ. എന്താ? അതെ, ഒരു ദിവസത്തേക്കെന്ന് പറഞ്ഞ ഓടിപ്പടച്ചു വന്നത് കുമാരിയെ സമാധാനിപ്പിക്കാൻ. പോയിട്ട് ഉടനെ വരും. വേണ്ട, പോകണ്ട. വേണം, പോകണം. പറ്റില്ല, ഞാൻ വിടില്ല. എനിക്ക് പോണം. എന്നാ പൊയ്ക്കോളൂ. ഓ, നമസ്കാരം. വിടട്ടെ. ഹലോ. നമസ്കാരം. 24 വർഷം കാത്തിരുന്ന് കിട്ടിയതാ എനിക്ക്. ഇനി നമ്മൾ പിരിയില്ല. പറയൂ, എന്നെ വിട്ട് പോവോ? പോവില്ലാന്ന് പറ കുമാര. പോകും. ഇല്ല, പോകൂല. നമസ്കാരം. ഓടിയുണ്ട്. നമസ്തേ. ആരായി തേടണേ? ആ കിഴങ്ങൻ തമ്പുരാക്കന്മാരെ കുമാരന്റെ മുറിയിലുണ്ടല്ലോ. ആ, സിംഹത്തിന്റെ വായിലേക്ക് മാൻകുട്ടി എറിഞ്ഞു കൊടുക്കുന്ന പോലെ ആ ശൂർപ്പണകയുടെ മുമ്പിലേക്ക് എന്നെ എറിഞ്ഞു കൊടുത്തിട്ട് രണ്ടും കൂടി ഇവിടെ വന്ന് മൂടി പുതച്ച് കിടന്നുറങ്ങുകയല്ലേ നിങ്ങളാ? ഞാൻ വീണ്ടും ചതി. ആരെവിടെ? ഞങ്ങളിവിടെ ഉണ്ട്. ഇപ്പൊ ദേഷ്യം തീർന്നില്ലേ? അതിനുള്ളൊരു ട്രിക്ക് കാട്ടിയതാ. എങ്കിലും ട്രിക്ക് ഞാനും കാണിച്ചു തരാം. അയ്യോ, അയ്യോ, രാജകുമാരൻ അരുത്. രാജകുമാരൻ മണ്ണാൻ കട്ട. അതെ, ഞാൻ രാജകുമാരനല്ല, കനകാംബരൻ, ഡ്രാമാറ്റിസ്റ്റ് കനകൻ. അയ്യോ, ആരെങ്കിലും കേൾക്കും. പതുക്കെ കേക്കട്ടെ. അപ്പൊ തിരിച്ചുപോയി രാജാപ്പാട്ട് കേട്ടാൻ നിനക്ക് ഉദ്ദേശം ഇല്ലേ? ഉണ്ട്. പഴശ്ശിരാജയ്ക്ക് തലയില്ലേ? ഉണ്ട്. ദുഷ്യന്തനോ? ഉണ്ടല്ലോ. അപ്പൊ തലയില്ലാതെ നീ എങ്ങനെ കിരീടം വെക്കും? അത് ഞങ്ങളിങ് എടുക്കും മോനെ. എങ്കിൽ ഞാൻ പിണങ്ങാതെ പോകാം. ക്യാഷ് തന്നാൽ മതി. ഇത്ര ചിരിക്കാൻ തമ്പുരാക്കന്മാരുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും ചത്തോ? എങ്ങനെ ചിരിക്കാതിരിക്കും? കൊട്ടാരത്തിൽ നിന്ന് ഒരു ഈച്ച പോലും പുറത്തു പോകാതിരിക്കാൻ രാജകുമാരി കൽപ്പന ഇട്ട് കഴിഞ്ഞു. കൃഷ്ണ